ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധാരണ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ പഞ്ചായത്ത് ചിട്ടി എന്ന് പറയുന്ന സിനിമയുടെ 14 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് അതുമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പഞ്ചായത്ത് ചെട്ടി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മണികണ്ഠൻ പട്ടാമ്പി, അതോടൊപ്പം തന്നെ സലീം ഹസൻ, രചന നാരായണൻകുട്ടി, വിനോദ് കുവർ, വീണ നായർ, കുരപ്പള്ളി തീര തുടങ്ങിയ മറിമായൻ ടീംസ് എല്ലാം തന്നെ ഒന്നിച്ച ചിത്രമായിരുന്നു പഞ്ചായത്ത് ജട്ടി എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രം വിജയകരമായിട്ടുള്ള 14 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. രണ്ടാം വാരം കിടന്ന മൂന്നാം വാരത്തിലോട്ട് ചിത്രം എത്തിയപ്പോൾ ചിത്രത്തിന് ബുക്കിംഗ് വലിയ രീതിയിൽ തന്നെ ഒരു കുറയുന്നു, അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. മറിമായം പോലെ തന്നെ മികച്ചൊരു കോമഡി എന്റർടൈനർ ആയിട്ട് തന്നെ ഒരുക്കിയ ചിത്രത്തിന്റെ പഞ്ചായത്ത് ജട്ടി എന്ന് പറയുന്ന സിനിമ. എന്നാൽ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ വന്നെങ്കിലും ബോക്സ് ഓഫീസിൽ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ ചിത്രത്തിന് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. ചിത്രത്തിന്റെ ആദ്യ ദിനം ചിത്രത്തിന്റെ 14 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് സ്കാനിംഗ് പുറത്തു വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണ് ചിത്രം ഏകദേശം 1 കോടിക്കടുത്ത് മാത്രമാണ് കളക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് 97 ലക്ഷമാണ് ഒരു പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ചിത്രം ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. മികച്ച അഭിപ്രായം നേടിയിട്ട് അതോടൊപ്പം ഒരു കോമഡി പശ്ചാത്തലത്തിൽ ഒരുക്കിയ കഥയായിട്ട് ഒരു പ്രേക്ഷകർ ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ട് ഒരു ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് മാറുന്നു എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ സ്വീകാര്യത നേടുമെന്ന് കണ്ടു തന്നെ അറിയണം. അപ്പൊ പഞ്ചായത്ത് ചെട്ടി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.